നമസ്തേ, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ICSE ക്ലാസ് 10 ജാവയുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ 10 ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഡിഫൈൻ എ ക്ലാസ്. ക്ലാസ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിരിക്കുക. അത് ഒരു നമ്പർ അക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് അത് സൂപ്പർ സ്പൈ ആണോ എന്ന് ചെക്ക് ചെയ്യണം. സൂപ്പർ സ്പൈ എന്ന് വെച്ചാൽ അതിന്റെ ആ ഡിജിറ്റിന്റെ സമ്മും ആ ഡിജിറ്റിന്റെ എണ്ണവും ഒരുപോലെ ഇരിക്കും. അത് നമുക്ക് എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഒന്നാമത്തെ എക്സാമ്പിള് 1021 4 ഒരു നമ്പറാണ്. 1021. അതൊന്ന് നോക്കിയ 1 + 0 + 2 + 1 എന്ന് പറയുന്നത് 4. നമ്മൾ ആ ഡിജിറ്റ് എണ്ണുമ്പോൾ 4 വരും അല്ലെ? 4 ഡിജിറ്റ്. അപ്പോ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അവിടെ സം ഓഫ് ഡിജിറ്റ് 1 + 0 + 2 + 1 = 4. നമ്പർ ഓഫ് ഡിജിറ്റ് = 4. 125 നമുക്കറിയാം അത് സൂപ്പർ സ്പൈ അല്ല. എന്താ കാര്യം? 2 1 3 5 3 8 വരും. അത് നമുക്ക് ഈ 3ന് ഈക്വലന്റ് അല്ല. അപ്പോ ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലായി. സൂപ്പർ സ്പൈ എന്താന്നുള്ളത് മനസ്സിലായി. ഇനി നമുക്ക് പ്രോഗ്രാം നോക്കാം. ഇതില് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു സൂപ്പർ സ്പൈ എന്ന് പറഞ്ഞൊരു ക്ലാസ് വേണം പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ ഒരു വേരിയബിള് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സൂപ്പർ സ്പൈ എന്ന് പറഞ്ഞ ഇത് നമുക്ക് ഈ ക്ലാസിന്റെ പേരും ഫംഗ്ഷന്റെ പേരും ഒന്നാണെങ്കിൽ നമുക്ക് അതിനെ കൺസ്ട്രക്ടർ എന്ന് വിളിക്കാം. ഒന്നിലധികം കൺസ്ട്രക്ടേഴ്സ് ഉണ്ടെങ്കിൽ കൺസ്ട്രക്ടർ ഓവർലോഡിംഗ് എന്നും പറയാം. ഇവിടെ സൂപ്പർ സ്പൈ എന്ന് പറഞ്ഞ് 2 ഉണ്ടല്ലേ? ഇവിടെ ആ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ അല്ലെങ്കിൽ ആ വോയിഡ് മെയിൻ എന്നുള്ള ഭാഗം എഴുതാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ക്ലാസ് മാത്രമേ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. ആ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനും കൂടെ ഉണ്ടെങ്കിൽ ഈ പ്രോഗ്രാമായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യന്റെ ആൻസർ ക്ലാസ് ഡിഫൈൻ ചെയ്യാനാ. സൂപ്പർ സ്പൈ അതിനകത്ത് ഒരു നമ്പർ, ആ സൂപ്പർ സ്പൈ എന്ന് പറഞ്ഞ ആ ഒരു ഓബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ പാരാമീറ്റേഴ്സ് ആയിട്ട് പാസ് ചെയ്യുന്ന ഇന്റിജർ വെച്ച് അത് ഇനിഷ്യലൈസ് ചെയ്യും. ഇന്റിജർ വെച്ച് അത് ഇനിഷ്യലൈസ് ചെയ്യും. അതിന്റെ സിന്റാക്സ് ഇങ്ങനെയായിരിക്കും. സൂപ്പർ സ്പൈ ഒരു ഓബ്ജക്റ്റിന്റെ പേര് O1 അല്ലെങ്കിൽ O അല്ലെങ്കിൽ S ഈക്വൽ ടു ന്യൂ സൂപ്പർ സ്പൈ. അതിന് ബ്രാക്കറ്റിൽ ഞാൻ 125 1021 എന്ന് കൊടുക്കും, ഏതെങ്കിലും നമ്പർ. അപ്പൊ അത് ആ നമ്പർ വെച്ച് അത് ഇനിഷ്യലൈസ് ചെയ്യും. N=X. സാധാരണഗതിയിൽ കൺസ്ട്രക്ടേഴ്സ് ഉപയോഗിക്കുന്നത് ഇനിഷ്യലൈസ് ചെയ്യാനാണ്. ഇവിടെ അടുത്തൊരു ഫംഗ്ഷനും അടുത്തൊരു കൺസ്ട്രക്ടർ ഉണ്ട് സൂപ്പർ സ്പൈ തന്നെ. അതിനകത്ത് പാരാമീറ്റേഴ്സ് എടുക്കുന്നില്ല. പാരാമീറ്റേഴ്സ് എടുക്കുന്നില്ല ബൂളിയൻ റിട്ടേൺ ചെയ്യും. ബൂളിയൻ റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫാൾസ് ആണ് റിട്ടേൺ ചെയ്യും. ഓക്കെ, 2 വാല്യൂ ഉള്ളു, ട്രൂ ഓർ ഫാൾസ്. അവിടെ 3 വേരിയബിൾ ഉണ്ട്. ഡി എന്ന് പറഞ്ഞൊരു വേരിയബിൾ, എസ് എന്ന് പറഞ്ഞ വേരിയബിൾ, സി എന്ന് പറഞ്ഞ. അത് ഒന്ന് സമ്മ് കൂട്ടാൻ, ഓരോ അക്കങ്ങൾ കൂട്ടാൻ. സി എന്ന് പറയുന്നത് കൗണ്ട് കൂട്ടാൻ, എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണി നോക്കണം. ഇപ്പൊ 1 2 5 എന്ന് പറഞ്ഞ 1 1 2 എന്ന് പറയുന്നത് രണ്ടാമത്തെ നമ്പർ, 5 എന്ന് പറഞ്ഞ മൂന്നാമത്തെ നമ്പർ. ഇങ്ങനെ എണ്ണി നോക്കണമല്ലോ. അപ്പൊ കൗണ്ട്.
അപ്പൊ ഇതെങ്ങനെയാ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ 1021 അല്ലെങ്കിൽ 1, 2, 3 എന്ന് പറഞ്ഞ ഒരു അക്കം കൊടുക്കാം. ആദ്യം n% ഒരു വൈൽ ലൂപ്പിലേക്കാ പോകും. 125 ആണെങ്കിൽ 125% 10 എന്ന് പറഞ്ഞ മോഡുലസ് ഓപ്പറേറ്റർ ആണ്. 5 അതിന്റെ റിമൈൻഡർ എടുക്കും, അത് ഡിയിൽ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആദ്യം എസിന്റെ വാല്യൂ 0 ആണ്. ആ 0യും 5ഉം കൂടെ കൂട്ടി ഇപ്പൊ എസിന്റെ വാല്യൂ 5. അപ്പോ സമ്മിലെ ആദ്യത്തെ 5 കൂട്ടി. C++ എന്ന് ഉദ്ദേശിക്കുന്ന എണ്ണമാണ്. ഒരു 5 എടുത്തത് കൊണ്ട് C++ 1 കൂടി. നമ്മുടെ നമ്പർ 125 ആണ്. 125 ഡിവൈഡ് ബൈ 10 എന്ന് പറയുമ്പോൾ 12 ആവും. അതിന് ഇന്റിജർ പോർഷൻ മാത്രമേ എടുക്കുള്ളൂ. 12 ആവും. പക്ഷെ ഇന്റിജർ ആണല്ലോ. അപ്പൊ 12% 10 എന്ന് പറയുമ്പോൾ 2 സിസ്റ്റം വരും. 5 ഓൾറെഡി ഉണ്ട്. 5-നോട് 2 കൂടെ കൂട്ടി സം 7 ആയി. ഇത്തവണ നമ്മള് 125ന്റെ 5 എടുത്തു. ഇപ്പൊ 2 എടുക്കുക. അപ്പൊ C++ 2 ആയി. ആ 2 എന്ന് പറയുന്നത് എണ്ണമാണ്. ഈ 2 അല്ല, എണ്ണമാണ്. പിന്നെ 12നെ 10 കൊണ്ട് ഇരിക്കുമ്പോൾ അതിന് ഇന്റിജർ പോർഷൻ 1 കിട്ടും. അത് ഗ്രേറ്റർ ദാൻ 0 ആണ്. അതുകൊണ്ട് വൈൽ ലൂപ്പിൽ തന്നെ നിൽക്കും. അപ്പൊ 1% 10 മോഡുലസ് എന്ന് പറയുമ്പോൾ 1 ആണ് അതിന്റെ സിസ്റ്റം. നമ്മൾ 5ഉം 2ഉം കൂട്ടിയിട്ടുണ്ട്. അതിന്റെ കൂടെ ഒന്നുകൂടെ ചേർത്ത് ഇപ്പൊ 8 ആയി. മൂന്നാമത്തെ അക്കം വന്നപ്പോ C++ 3 ആയി. പിന്നെ 1നെ 10 കൊണ്ടായിരിക്കുമ്പോ അതിന്റെ ഇന്റിജർ പാർട്ട് 0 വരും. അപ്പൊ അത് പുറത്തു വരും. ഓക്കെ, ആ പെർസെൻറ്റേജ് കാണുന്നത് റിമൈൻഡർ എടുക്കാൻ. അപ്പം ഓരോരോ അക്കമായിട്ട് എടുക്കാൻ പറ്റും. അത് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളതിന്റെ റിമൈൻഡർ എടുക്കാൻ പറ്റും. അപ്പൊ ഒരു 125 ആണെങ്കിൽ ആദ്യം അതിന്റെ ശിഷ്ടം 5 എടുത്തു. പിന്നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 12 ആയി. പിന്നെ അതിന്റെ ശിഷ്ടം 2 എടുത്തു. 12നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ആയി. പിന്നെ അതിന്റെ ശിഷ്ടം 1 ആയി. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാൻ പറ്റും ഈ വൈൽ ലൂപ്പിൽ വെച്ച്. അതിനാദ്യം ഒരു മോഡുലസ് ഓപ്പറേറ്റർ വേണം. അത് കൂട്ടാനുള്ള സം വേണം. അത് കൗണ്ട് ചെയ്യാനുള്ള C++ വേണം. അതിനെ ഡിവൈഡ് ചെയ്യാനുള്ള n/10 വേണം. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു 4 അക്കം അല്ലെങ്കിൽ 3 അക്കം അല്ലെങ്കിൽ 2 അക്കം അല്ലെങ്കിൽ 5 അക്കം ഉള്ള ഓരോ സംഖ്യ ഓരോന്നായിട്ട് എടുത്ത് കൂട്ടുകയും എണ്ണുകയും ചെയ്യുന്നത്. ആ n% 10ഉം S+Dയും C++ഉം n/10ഉം വെച്ചിട്ടാണ്. ആ വൈൽ ലൂപ്പിലാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് 1099 അല്ലെങ്കിൽ 998 എന്ന് പറഞ്ഞൊരു നമ്പർ എടുക്കാം. 998% 10 എന്ന് പറഞ്ഞ 8 സിസ്റ്റം വന്നു അല്ലെ. 908നെ 10 കൊണ്ട് ഇരിക്കുമ്പോൾ 8 സിസ്റ്റം വന്നു. അത് ഡിയിൽ സ്റ്റോർ ചെയ്തു. എസിന്റെ വാല്യൂ 0 + 8 കൗണ്ട് നമ്മൾ ഒരക്കം വന്നു. അതുകൊണ്ട് കൗണ്ട് 1 കൂടി. 998നെ 10 കൊണ്ട് ഇരിക്കുമ്പോൾ 99 കിട്ടി. 8 പോയി. പിന്നെ അത് മോഡൽ വരും വീണ്ടും. വൈൽ ലൂപ്പാ. ഗ്രേറ്റർ ദാൻ 0 99 എന്ന് പറഞ്ഞ 99% 10 എന്ന് പറഞ്ഞാൽ 9 സിസ്റ്റം വന്നു. അപ്പൊ ഓൾറെഡി 8 ഉണ്ട്. അതിന്റെ കൂടെ 9ഉം കൂടെ ചേർത്ത് 17 ആയി. രണ്ടാമത്തെ അക്കോ വന്ന് ഇപ്പൊ C++ 2 ആയി. 99നെ 10 കൊണ്ടിരിക്കുമ്പോൾ 9 വന്നു. അത് ഗ്രേറ്റർ ദാൻ 0. അപ്പൊ വൈൽ ലൂപ്പിന്റെ പുറത്തു പോകത്തില്ല. അവിടെ 9% 10 എന്ന് പറയുമ്പോൾ സിസ്റ്റം 9 ആയി. നമുക്ക് 9ഉം 17 ഓൾറെഡി ഉണ്ട്. അതിന്റെ കൂടെ 9 കൂടെ ചേരുമ്പോൾ 26 ആയി. മൂന്നാമത്തെ അക്കോ വന്നേ, അത് 3 ആയി. പിന്നെ നമ്മൾ 9നെ 10 കൊണ്ടിരിക്കുമ്പോൾ അതിന് ഇന്റിജർ പാർട്ട് 0 വരും. അത് പുറത്ത് വരും. ഇനി നമ്മൾ ഈ 2 നമ്പറും, അതായത് സമ്മായതും കൗണ്ട് ഒരുപോലെയാണെങ്കിൽ നമ്മൾ ട്രൂ എന്ന് പറയും, അല്ലെങ്കിൽ ഫാൾസ്. ഇവിടെ അത് എക്സിക്യൂട്ട്, അതായത് ഒബ്ജക്റ്റ് ആക്കുകയും എക്സിക്യൂട്ട് ചെയ്യുന്ന പാർട്ട് പറഞ്ഞിട്ടില്ല. അതെന്താന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ ഇത്രയേ ഉള്ളൂ. ആ ക്വസ്റ്റ്യന്റെ ആൻസർ അനുസരിച്ച് ക്ലാസ് എഴുതാൻ പറഞ്ഞു. ക്ലാസ് എഴുതിയിരിക്കുക. ഇതാണ് ആൻസർ. അപ്പൊ ആ ട്രൂവും ഫാൾസ് എന്ന് പറഞ്ഞാൽ അത് സംഭവം ശരിയാണെങ്കിൽ ട്രൂ, ഈക്വൽ ആണെങ്കിൽ ട്രൂ, അത് ഈക്വൽ അല്ലെങ്കിൽ ഫാൾസ് എന്ന് റിട്ടേൺ ചെയ്യും. പിന്നെ ഇതിന്റെ മീനിങ് കൂടെ എഴുതി കഴിയുമ്പോൾ നമ്മൾ അവിടെ ട്രൂ വരുവാണെങ്കിൽ അത് പ്രിന്റ് ചെയ്യും, സ്പൈ നമ്പർ എന്ന്, അല്ലെങ്കിൽ
അല്ലാന്ന് പറയും. ഇനി ആ ഒരു പാർട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന അല്പം ഇച്ചിരി വലിയൊരു പ്രോഗ്രാമാണ്. ഇത് മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചറാണ് ഉപയോഗിക്കുന്നത്. മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ക്ലാസ്സിലെ ഡേറ്റ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നതാണ് ക്ലാസ്സിൽ മെത്തേഡും ആ ഡേറ്റയും കൂടെ ഒരുമിച്ച് വെക്കുന്നത്. അതാണ് നമ്മൾ ചെയ്യുന്നത്. മെത്തേഡ് ഓവർലോഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിമോർഫിസം എന്ന് പറഞ്ഞ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഫീച്ചറിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ആണ് ഫംഗ്ഷൻ ഓവർലോഡിങ് വെച്ച്. നമ്മൾ നേരത്തെ ഒരു കൺസ്ട്രക്ടർ ഓവർലോഡിങ് തൊട്ട് മുമ്പുള്ള പ്രോഗ്രാം കൺസ്ട്രക്ടർ ഓവർലോഡിങ് ഉണ്ടായിരുന്നു. അതായത് ഒരേ പേരുള്ള 2 കൺസ്ട്രക്ടർ ഉണ്ടായിരുന്നു. അതിനെ കൺസ്ട്രക്ടർ എന്ന് വിളിക്കാനുള്ള കാരണം ക്ലാസിന്റെ പേരും മെത്തേഡിന്റെ പേരും ഒന്നായതുകൊണ്ടാണ്. ഇത് കൺസ്ട്രക്ടർ ഓവർലോഡിങ് അല്ല, മെത്തേഡ് ഓവർലോഡിങ്. ഡിസ്പ്ലേയുടെ മെത്തേഡ് ഓവർലോഡിങ് പറഞ്ഞു. അപ്പൊ 3 ഡിസ്പ്ലേ എഴുതണം. നമുക്ക് ആദ്യം എത്ര ഡിസ്പ്ലേ എഴുതണം എന്ന് നോക്കാം. ഒരു ഡിസ്പ്ലേ വിത്തൗട്ട് പാരാമീറ്റർ, രണ്ടാമത്തെ ഡിസ്പ്ലേ 2 ഇൻഡിജർ, മൂന്നാമത്തെ ഡിസ്പ്ലേ 3 ഡബിൾ. അപ്പോ ആദ്യത്തെ ഡിസ്പ്ലേയിൽ എന്താ ചെയ്യേണ്ടത്? 1 2 1 1 2 1 എന്ന് പ്രിന്റ് ചെയ്യണം 3 പ്രാവശ്യം. രണ്ടാമത്തതിൽ എങ്ങനെയാ? പ്രിന്റ് ദ കോഷ്യന്റ് ഓഫ് ദി ഡിവിഷൻ ഓഫ് എം ആൻഡ് എൻ. അപ്പൊ എമ്മിനെ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ കോഷ്യന്റ് എഴുതണം. എം വലുതാണെങ്കിൽ. അല്ലെങ്കിലോ പ്രിന്റ് ദ സം ഓഫ് ടോയ്സ് എൻ ആൻഡ് ത്രൈസ്. എന്നിനെ 2 പ്രാവശ്യം ഗുണിച്ചത് എമ്മിനെ 3 പ്രാവശ്യം ഗുണിച്ചതും കൂടെ കൂട്ടി എഴുതുക. അതാണ് എൻ ചെറുതാണെങ്കിൽ. എൻ വലുതാണെങ്കിൽ. പിന്നെ മൂന്നാമത്തത് എങ്ങനെയാ? 3 ഡബിളാ വരുന്നത്. അപ്പൊ എ ബി സി വരും. അപ്പോ ഇസഡ് പി ക്യു ആണ്. അപ്പൊ പി കാണാൻ എ പ്ലസ് ബിനെ സി കൊണ്ട് ഡിവൈഡ് ചെയ്യും. ക്യൂ കാണാൻ ആ 3 കൂടെ കൂട്ടും. ഇസഡ് കാണാൻ ആ കിട്ടിയ പിനെയും ക്യൂവിനെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്നുകൂടെ പറയാം. ഇത് മെത്തേഡ് ഓവർലോഡിംഗ് ആണ്. ഒരേ പേരുള്ള 3 മെത്തേഡ് കാണും. ആ മെത്തേഡിന്റെ പേര് ഡിസ്പ്ലേ ആണ്. മെത്തേഡ് ഓവർലോഡിങ്ങിൽ പാരാമീറ്റേഴ്സിന്റെ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. എണ്ണം കൊണ്ടോ ഡേറ്റ ടൈപ്പ് വെച്ചോ. അപ്പൊ ഇവിടെ 3 വ്യത്യസ്ത പാരാമീറ്റേഴ്സ് ഉള്ള ഡിസ്പ്ലേ എഴുതി. ആദ്യത്തെ ഡിസ്പ്ലേക്ക് പാരാമീറ്റർ ഇല്ല, എംപ്റ്റി ബ്രാക്കറ്റാണ്. രണ്ടാമത്തെ ഡിസ്പ്ലേക്ക് 2 വാല്യൂ ഉണ്ട്, 2 ഇൻഡിജർ. മൂന്നാമത്തെ ഡിസ്പ്ലേക്ക് 3 ഡബിൾ ഉണ്ട്. അപ്പം മെത്തേഡിന്റെ പേരെല്ലാം ഒന്നാ, പാരാമീറ്റേഴ്സ് ഡിഫറെന്റ് ആണ്. അങ്ങനെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പൊ അത് പാരാമീറ്റർ മാച്ച് ആകുന്ന നോക്കി ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കും. നമ്മൾ അതിന് കോഡൊന്നും എഴുതുന്നില്ല. ഇന്ന ഫംഗ്ഷൻ ഇന്നത് എടുക്കണം, ഇന്ന മെത്തേഡിന് ഇങ്ങനെ എഴുതണം, അതൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് പാരാമീറ്റേഴ്സ് മാച്ച് ചെയ്യുന്ന അനുസരിച്ച് എടുത്തോളൂ. അപ്പോ നമുക്ക് ഇതിന്റെ പ്രോഗ്രാമിലേക്ക് പോകാം. ഓക്കെ, ആദ്യം നമുക്ക് ആ 1 2 1 2 അത് പ്രിന്റ് ചെയ്യുന്നതാണ് നമുക്ക് വേണ്ടത്. അപ്പോ ആദ്യത്തെ ഡിസ്പ്ലേ വന്നു. ഓവർലോഡ് എന്ന് പറഞ്ഞാണ് ക്ലാസിന്റെ പേര്. ഇത് നമുക്കറിയാം. ഇതിന്റെ ഇരട്ട അക്കം വരുമ്പോൾ 2 എന്ന് പ്രിന്റ് ചെയ്യണം. അത് നമുക്ക് ആ റോ മനസ്സിലാവുമല്ലോ. 1 2 1 2 1 2 അങ്ങനെ നമുക്ക് മനസ്സിലാവുമല്ലോ അല്ലെ. ഒന്നുകൂടെ നോക്കിയേക്കാം. 1 2 1 2 1. ഇതിനകത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ആ ഇരട്ടയുടെ സ്ഥാനത്ത് 2ഉം ഒറ്റയുടെ സ്ഥാനത്ത് 1 പ്രിന്റ് ചെയ്തിരിക്കും. 1 എന്നുള്ളത് ഒറ്റയുടെ സ്ഥാനം, ഇരട്ടയുടെ സ്ഥാനം 2. അപ്പം ഒറ്റയക്കങ്ങളുടെ സ്ഥാനത്ത് 1 എന്നും ഇരട്ട അക്കങ്ങളുടെ സ്ഥാനത്ത് 2 എന്നും പ്രിന്റ് ചെയ്യും. അപ്പൊ നമുക്ക് ലോജിക്ക് ക്ലിയർ ആയി. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് വരുവാണെങ്കിൽ അത് ഇരട്ട അക്കമാണ്, അവിടെ 2 പ്രിന്റ് ചെയ്യണം. അതല്ല 1 സിസ്റ്റം വരുവാണെങ്കിൽ 1. അപ്പൊ അത്
നമുക്ക് 3 റോയിൽ പ്രിന്റ് ചെയ്യണം. 2 ഫോർ ലൂപ്പിലാണ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റഡ് ഫോർ ലൂപ്പ്, ഒരു ഫോർ ലൂപ്പിനുള്ളിൽ ഒരു ഫോർ ലൂപ്പ്. അപ്പൊ ആദ്യം ഫോർ ലൂപ്പിൽ r ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് കയറി, അത് റോയെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന, റോ എന്ന് പറയാൻ നിര, ഇങ്ങനെ ഹൊറിസോണ്ടൽ, കോളം എന്ന് പറഞ്ഞ വെർട്ടിക്കൽ. അടുത്ത അകത്തെ ഫോർ ലൂപ്പിൽ കയറി. അപ്പൊ ആദ്യം c പെർസെന്റേജ് ടു ഈക്വൽ ടു 0 അല്ല, ഒന്നല്ലേ, സിയുടെ വാല്യൂ ഒന്നല്ലേ. അപ്പം പ്രിന്റ് 1 പ്രിന്റ്. ഇനിയും അകത്തെ ഫോർ ലൂപ്പ് തീർന്നിട്ടേ പുറത്ത് വരുള്ളൂ. പിന്നെ അത് 2 ആയി. അപ്പൊ എന്ത് ചെയ്തു, തൊട്ടടുത്ത് തന്നെ 2 പ്രിന്റ് ചെയ്തു. പിന്നെ ആ സിയുടെ വാല്യൂ 3 ആയി. അപ്പൊ പെർസെന്റേജ് ടു എത്രയായി, 1 വന്നു. അപ്പൊ 1 പ്രിന്റ് ചെയ്തു. പിന്നെ 4 വന്നു, അപ്പൊ ഇരട്ടയക്കമായി. അപ്പൊ 2 പ്രിന്റ് ചെയ്തു. 5 വന്നു, അപ്പൊ 5 ആയപ്പോ 1 പ്രിന്റ് ചെയ്തു. അപ്പൊ 1 2 1 2 1 എന്ന് പ്രിന്റ് ചെയ്തു ഒരു റോയിൽ. അപ്പൊ ആ 5 എണ്ണം കഴിഞ്ഞത് കൊണ്ട് പുറത്തെ ഫോർ ലൂപ്പിലേക്ക് പോയി. അവിടെ ചെല്ലുമ്പോൾ റോ 2 ആയി. വീണ്ടും അകത്തെ ഫോർ ലൂപ്പിൽ വന്നു. പഴയ പോലെ 1 2 1 2 1 പ്രിന്റ് ചെയ്തു. പഴയ ലോജിക്ക് തന്നെ. അത് കഴിഞ്ഞ് വീണ്ടും പുറത്ത് പോയി. എന്നുവെച്ചാൽ അവിടെ 3 ആയിട്ടില്ല, ഇപ്പൊ 3 ആയി. 6 3 ആകുമ്പോ വീണ്ടും അകത്ത് വന്നു. വീണ്ടും 1 2 1 2 1 അത് പ്രിന്റ് ചെയ്തു. അങ്ങനെയാണ് ആ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നത്. ആ പ്രോഗ്രാമിന്റെ ഒന്നാമത്തെ ഭാഗം, 3 ഭാഗമുണ്ട്. ഒന്നാമത്തെ ഫംഗ്ഷൻ empty പാരാമീറ്റേഴ്സ് ഉള്ള മെത്തേഡ് വർക്ക് ചെയ്യുന്ന ഇങ്ങനെ. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് വർക്ക് ചെയ്യുന്നത് 2 ഇന്റിജർ വെച്ചിട്ടാണ്. m ഗ്രേറ്റർ ദാൻ n ആണെങ്കിൽ നമുക്ക് m ഡിവൈഡ് ബൈ n അങ്ങ് പ്രിന്റ് ചെയ്താൽ മതി. പക്ഷെ n വലുതെങ്കിൽ നമ്മൾ n-നെ 2 കൊണ്ട് ഗുണിച്ചിട്ട് m-നെ 3 കൊണ്ടും ഗുണിച്ചിട്ട് അത് നമ്മൾ കൂട്ടണം. ആ ഇഫൽസ് വെച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അത് ഇഫൽസ് വെച്ചിട്ട് എഴുതിയിരിക്കുക. അത് m വലുതെങ്കിൽ അതാണ് m ഗ്രേറ്റർ ദാൻ n. ആ ഈഫിന്റെ ട്രൂ പാർട്ട് എടുത്തു. അപ്പൊ m ഡിവൈഡ് ബൈ n എന്ന് പറഞ്ഞാൽ അത് പ്രിന്റ് ചെയ്യും. ആ നമ്പറിനെ, അതാണ് ക്വസ്റ്റൻ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്, അതിനെ ഡിവൈഡ് ചെയ്യാനാ പറഞ്ഞത്. എൽസ് ആണെങ്കിൽ n വലുതെങ്കിൽ, ആ കണ്ടീഷൻ തെറ്റാണെങ്കിൽ ആ n-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, m-നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 കൂടെ കൂട്ടിയിട്ട്. അപ്പോ 2 മെത്തേഡ് ഓവർലോഡിങ് കണ്ടു. ആദ്യം ഒരു മെത്തേഡ് വിത്തൗട്ട് പാരാമീറ്റേഴ്സ്, രണ്ടാമത്തെ സെയിം നെയിം 2 ഇന്റിജർ, അത് കണ്ടു. ഇനി നമ്മൾ മൂന്നാമത്തെ ഡിസ്പ്ലേ കാണുക. അതിൽ 3 പാരാമീറ്റേഴ്സ്. അതില് എ ബി സി എന്ന് വരുന്നത് ഇവിടെ ZPQ എന്നാണ്. ഈ a പ്ലസ് ബി ബൈ സി ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ നിന്ന് കിട്ടിയതാണ്. അത് പിയുടെ വാല്യൂ, ക്യൂവിന്റെ വാല്യൂ a പ്ലസ് ബി പ്ലസ് സി, അതും ക്വസ്റ്റ്യൻ നിന്ന് കിട്ടിയതാണ്. അത് ക്യൂവിൽ എഴുതി, ഇസഡിൽ 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി, എന്നിട്ട് അതിന്റെ ഇസഡ് പ്രിന്റ് ചെയ്യുക. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഇത് ഓടണം എന്നുണ്ടെങ്കിൽ, പ്രോഗ്രാം വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഒരു പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിനിൽ ഇതിന്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. എന്നിട്ട് നമ്മൾ പാരാമീറ്റേഴ്സ് വിളിക്കുന്ന അനുസരിച്ച് ഡിസ്പ്ലേ എന്ന് വിളിച്ചിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ 3 വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ഡെസിമലുള്ള അത് ആ മൂന്നാമത്തെ ഡിസ്പ്ലേ വർക്ക് ചെയ്യും. ഡിസ്പ്ലേ എന്ന് വിളിച്ചിട്ട് നമ്മൾ 2 വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ഡിസ്പ്ലേ വർക്ക് ചെയ്യും. ഡിസ്പ്ലേ എന്ന് വിളിച്ചിട്ട് ആ ബ്രാക്കറ്റ് എംപ്റ്റി ആണെങ്കിൽ ആദ്യത്തെ വർക്ക് ചെയ്യും. ഇത് ആ മാച്ച് നോക്കുന്ന പാരാമീറ്റേഴ്സ് നോക്കിയാണ്. അതിന് നമ്മൾ കോഡ് എഴുതുന്നില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു അത് ക്ലിയർ ആണെന്ന് തോന്നുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം, കമന്റ് ചെയ്യാം, ഒന്നുകൂടെ പറയാം. അപ്പോ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോ എല്ലാത്തിനും കമന്റ് ഇടുക.